നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസവും. അത്തരം ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ആ ഒരു ആപ്പിന് കൊടുക്കുന്ന പെർമിഷൻസ് എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യാം, അതുപോലെ തന്നെ അത്തരം ആപ്പുകളിൽ വരുന്ന സീക്രട്ട് മെസ്സേജുകൾ എങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഏത് ആപ്പ് ഉപയോഗിച്ചും ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല അത്തരം ആപ്പുകളിലേക്ക് മാത്രമുള്ള ഇൻ്റർനെറ്റ് വൈഫൈ ആണെങ്കിലും മൊബൈൽ ഡാറ്റ ആണെങ്കിലും എങ്ങനെ പ്രത്യേകമായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ആപ്പ് എടുത്തിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു ആപ്പ് എടുത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റൗണ്ട് ബട്ടൺ, ഒരു ഐ ബട്ടൺ കാണും. ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് കാണും. ഇനി ഇതൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ മാനേജറോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് ഇതേ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നോക്കാം, ഓരോന്നും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ആദ്യത്തെ നമുക്ക് ബ്ലർ ആപ്പ് പ്രിവ്യൂസ് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും അവസാനത്തിൽ ബ്ലർ ആപ്പ് പ്രിവ്യൂസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആപ്പാണ്. ഈ തരത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ആപ്പ് റീസെൻ്റ് ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ബ്ലറായിട്ടാണ് കാണാൻ സാധിക്കുക. ഇനിയിപ്പോൾ ഞാൻ വാട്സപ്പ് ഇത്തരത്തിൽ ബ്ലറല്ല, ഞാൻ വാട്സപ്പ് ബ്ലർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ വാട്സപ്പ് എടുത്തിരിക്കുകയാണ്. ശേഷം നമ്മൾ ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ബ്ലർ ആപ്പ് പ്രിവ്യൂസ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മൾ റീസെൻ്റ് ടാബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ബ്ലറാണ്. ഇങ്ങനെ ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും നമ്മുടെ റീസെൻ്റ് ടാബ് എടുത്താൽ നമ്മൾ ഏതൊക്കെ ആപ്പ് ഉപയോഗിച്ചു, എന്തൊക്കെ ചാറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടുന്ന് ബ്ലർ ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് ഓരോ ആപ്പും ഏതെല്ലാം ആപ്പാണോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ബ്ലർ ചെയ്യേണ്ടതെങ്കിൽ അത്തരം ആപ്പുകൾ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് വെക്കണം, എന്നാലാണ് ബ്ലർ ആവുകയുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഇതേ ഇൻ്റർഫേസിൽ തന്നെ കുറച്ച് മുകളിലോട്ട് വരാം. മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ആപ്പ് പെർമിഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് നമ്മൾ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റിമൂവ് പെർമിഷൻസ് ഇഫ് ആപ്പ് ഇസ് നോട്ട് യൂസ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കാതെ ഒരു 3 മാസത്തോളമൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടോ ആ പെർമിഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്യും. അതായത് നമ്മൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പിന് നമ്മൾ ഓരോ പെർമിഷൻസ് കൊടുക്കാറുണ്ട്. പലപ്പോഴും പല ആപ്പിനും നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് നമുക്ക് അപകടമാണ്. നമ്മുടെ ഗാലറി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ എടുക്കാം, കോൺടാക്റ്റ് പെർമിഷൻ എടുത്ത് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എടുക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെർമിഷൻസ് കൊടുക്കേണ്ടി വരും. അത്തരം ആപ്പുകൾ നമ്മളൊരു 3 മാസത്തേക്കൊക്കെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിൻ്റെ പെർമിഷൻസ് റിമൂവ് ചെയ്ത് പോകാനുള്ള സൗകര്യം ആണ് ആപ്പ് പെർമിഷൻ ഭാഗത്ത്. ഇവിടെ റിമൂവ് പെർമിഷൻസ് എന്നുള്ള ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ ആപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് നമ്മുടെ പെർമിഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. ഇതാണ് രണ്ടാമത്തെ ട്രിക്ക്. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ റിസ്ട്രിക്ട് ഡാറ്റ യൂസ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും വൈഫൈ മൊബൈൽ ഡാറ്റ സിം 1, മൊബൈൽ ഡാറ്റ സിം 2 കാണാൻ സാധിക്കും. ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ആപ്പിലേക്കുള്ള, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വാട്സപ്പാണ് എടുത്തിരിക്കുന്നതെങ്കിൽ വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് പ്രത്യേകമായിട്ട് എനിക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് മൊബൈൽ ഫോണാണ് ഡാറ്റ ഉപയോഗിക്കുന്നത് സിം 1-ലാണെങ്കിൽ അത് അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ ഡാറ്റയിൽ നിന്ന് നമ്മുടെ ഈ വാട്സപ്പ് വർക്ക് ചെയ്യില്ല. അതായത് നമ്മുടെ വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്യാം. വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വൈഫൈ അൺടിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ പിന്നെ നമുക്ക് ഈ ആ ഒരു ആപ്പിലേക്ക് വാട്സപ്പാണെങ്കിൽ വാട്സപ്പിലേക്ക് ഇൻ്റർനെറ്റ് ലഭിക്കില്ല. അതായത് ആ ഒരു ആപ്പിലേക്ക് മാത്രമായുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പല സുഹൃത്തുക്കളും പറയാറുണ്ട് ആവശ്യമില്ലാത്ത ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ മൊബൈൽ ഫോണിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് അത്യാവശ്യമായി വേണ്ട നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാതെ പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള അത്യാവശ്യമില്ലാത്ത ആപ്പുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ള കാണുന്ന ഭാഗം ഓഫ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് നോട്ടിഫിക്കേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം ട്രിക്കുകളാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.